കാട്ടാക്കട പി.ആർ. വില്യം സ്കൂളിൽ എസ്.എഫ്.ഐയുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രിൻസിപ്പലിനെ ഉപരോധിച്ചു. തിരുവനന്തപുരം എസ്.എം.വി സ്കൂളിൽ നിന്നും കാട്ടാക്കട പി.ആർ. വില്യം സ്കൂളിലേക്ക് ഹ്യൂമാനിറ്റീസ് സ്പെഷ്യൽ ഓർഡർ വാങ്ങി വരാനായി രക്ഷകർത്താവ് സ്കൂളിലെത്തിയിരുന്നു. സീറ്റില്ല എന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കിയെങ്കിലും രേഖാമൂലം മറുപടി നൽകിയില്ല. നിലവിലെ പ്രോസസ്സിൻ്റെ പ്രൊസീജിയർ സംബന്ധിച്ച രേഖകളും കൈമാറിയില്ല. ഇത് നിലവിലെ സീറ്റ് മറച്ചുവെച്ച് അഡ്മിഷൻ നൽകാതിരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണ് എന്നാണ് ആരോപണം. മുൻ PTA പ്രസിഡന്റ് ഗിരീഷ് അമ്പാടിയാണ് കുട്ടിയുടെ രക്ഷകർത്താവ്. ഇന്ന് കാട്ടാക്കട പി.ആർ. വില്യം സ്കൂളിലേക്ക് ഇത്തരത്തിൽ എസ്.എഫ്.ഐയുടെ കാട്ടാക്കട ഏരിയ കമ്മിറ്റി ഒരു പ്രതിഷേധം ആയി വരാനുണ്ടായ സാഹചര്യമാണ്. നിലവിൽ ഒന്നാം വർഷ +1 വിദ്യാർത്ഥികളുടെ, അതായത് അവരുടെ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അതിൻ്റെ 1-2 അലോട്ട്മെൻറ്റുകളൊക്കെ നടന്നു, അഡ്മിഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിലവിൽ പി.ആർ. വില്യം സ്കൂളിനകത്ത് ഒന്നാം വർഷ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളിലേക്ക് 73 വിദ്യാർത്ഥികളെ അലോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2ഓളം വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറായി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 71 വിദ്യാർത്ഥികളിൽ പി.ആർ. വില്യം സ്കൂളിനകത്ത് ഒന്നാം വർഷ ഹ്യൂമാനിറ്റീസ് ബാച്ചിനകത്ത് നിലവിൽ അഡ്മിഷൻ പൂർത്തീകരിച്ച വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഈ സ്കൂളിൻ്റെ പരിസരത്ത് താമസിക്കുന്നവർക്ക് സ്വാഭാവികമായിട്ടും അടുത്തുള്ള സ്കൂളാണ്, ഇവിടെ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ച് അഡ്മിഷൻ കിട്ടാത്തവരായിട്ടുണ്ട്. അങ്ങനെ 8-9ഓളം വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരുന്നു, സീറ്റ് വേക്കൻസി ഉണ്ടോ എന്ന്. എന്നാൽ അതിന് സ്വാഭാവികമായിട്ടും മറുപടി എന്ന രൂപേണ രേഖാമൂലം ഇതുവരെയും ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ആൾ മറുപടി കൊടുത്തിട്ടില്ല. അതിൽ ഈ 9ഓളം വരുന്ന രക്ഷിതാക്കളിൽ ഒരാൾ മാത്രമാണ് രേഖാമൂലം ഇത്തരത്തിൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നത്തിനകത്തെ ബാക്കി കാര്യങ്ങൾക്കകത്ത് നിലവിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട്, ഇനി എത്ര എണ്ണത്തിനെ കുട്ടിയോജിപ്പിക്കാൻ കഴിയും എന്ന തരത്തിലേക്ക് രേഖാമൂലം പരാതി കൊടുത്ത ഒരാൾ മാത്രമാണുള്ളത്. ആ പരാതിയിൽ ഇതുവരെയും ഈ സ്കൂൾ മാനേജ്മെന്റ് എന്ത് ചെയ്തില്ല, കൃത്യമായ റിട്ടേൺ മറുപടി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഇന്ന് എസ്.എഫ്.ഐയുടെ ഏരിയ കമ്മിറ്റി അടക്കം സൂചിപ്പിച്ചിട്ടുണ്ട്, ഈ സ്കൂളിനകത്തെ നിലവിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകൾക്കകത്ത് എത്രത്തോളം സീറ്റ് വാക്കൻസി ഉണ്ട് എന്ന് നമ്മുടെ ഒരു ലെറ്റർ പാഡിനകത്ത് നമ്മൾ ഇന്ന് ആ നിവേദനം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മറുപടി തരാൻ വേണ്ടി പ്രിൻസിപ്പാൾ തയ്യാറായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഈ സമരം ഉണ്ടാകാനുള്ള സാഹചര്യം തന്നെ ഇന്നലെ ഈ പറഞ്ഞ ആ രക്ഷിതാവ് കഴിഞ്ഞ അധ്യയന വർഷം ഈ സ്കൂളിനകത്തെ PTA പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ്. അങ്ങനെ PTA പ്രസിഡന്റായി ഒരു അക്കാഡമിക് ഇയറിനകത്തിലധികം ഈ സ്കൂളിന്റെ ഭാഗമായിരുന്ന ആളുമായും ഈ സ്കൂളിലെ അധ്യാപകരുമോ അല്ലെങ്കിൽ PTOയുമായി ബന്ധപ്പെട്ട ചില ആളുകളുള്ള വ്യക്തിപരമായ വിദ്വേഷത്തെ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതം തച്ചു തകർക്കുന്ന തരത്തിലേക്ക് പോവുകയാണ്. ആ വിദ്യാർത്ഥിക്ക് നിലവിൽ SMV സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് പോയി വരുന്നതിനകത്ത് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ ബോർഡിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നിലവിൽ ഈ സ്കൂളിൽ നിന്നും ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ പ്രൊസീജിയറുടെ സ്റ്റാറ്റസ് കൃത്യമായി പ്രിൻസിപ്പാൾ ഒപ്പിട്ട് രേഖാമൂലം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് തരാത്ത പക്ഷമാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഇന്ന് പോയത്. ഇങ്ങനെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് വിദ്യാർത്ഥി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പ്രിൻസിപ്പാളിനെയും സ്കൂൾ മാനേജ്മെന്റിനെതിരെയും കൃത്യമായ ശക്തമായ പ്രതിഷേധം ഇനിയും ഉണ്ടാകും. ആ കുട്ടിക്ക് നീതി ലഭിക്കുന്നതുവരെയും എസ്.എഫ്.ഐയുടെ ഏരിയ കമ്മിറ്റി ശക്തമായ പ്രതിഷേധം ഈ സ്കൂളിനകത്ത് തുടരും എന്നുള്ളതാണ്.